ഓം ശാന്തി. പ്രഭാത മുരളി, ഡേറ്റ് 12/4/2019. ബാബയുടെ മഹാവാക്യം: മീറ്റേ ബച്ചേ ബാപ്പ് ആയേ ഹേ സാരി ദുനിയാ കാ ആഹാകാർ മിറ്റാക്കർ ജയ് ജയ്കാർ കർണേ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ലോകത്തിൻ്റെ അശുദ്ധിയെ ഇല്ലാതാക്കി, നിലവിളികളെ ഇല്ലാതാക്കി ജയ് ജയ്കാരം സ്ഥാപിക്കുവാൻ ബാബ വന്നിരിക്കുന്നു. പുരാനി ദുനിയാ മേ ഹേ ആഹാകാർ, നയി ദുനിയാ മേ ഹേ ജയ് ജയ്കാർ. പഴയ ലോകത്തിൽ നിലവിളികളും പുതിയ ലോകത്തിൽ ജയഹാരവുമാണ്. പ്രശ്ന: കൗൻസാ ഈശ്വരീയ നിയം ഹേ जो गरीब ही बाप का पूरा वर्षा लेते साहूकार नहीं ले पाते. ബാബയിൽ നിന്നും സമ്പൂർണ്ണ സ്വത്ത് ദരിദ്രരായ കുട്ടികൾ നേടുന്നു, എന്നാൽ സമ്പന്നർക്ക് നേടാൻ സാധിക്കുകയില്ല. അത്തരത്തിലുള്ള ഈശ്വരീയ നിയമം ഏതാണ്? ഉത്തർ: ഈശ്വരീയ നിയം ഹേ പൂരാ ബെഗർ ബനോ. ഈശ്വരീയ നിയമമാണ് സമ്പൂർണ്ണ ബെഗർ അഥവാ യാചകനായി മാറൂ. ജോ കുച്ച് ബി ഹേ ഉസേ ഭൂൽ ജാവോ. അതായത് എന്തെല്ലാം തൻ്റേതായിട്ടുണ്ടോ എല്ലാം മറക്കുക. तो गरीब बच्चे सहज ही भूल जाते, परंतु साहूकार जो अपने को स्वर्ग में समझते उनकी बुद्धि में कुछ भूलता नहीं. ഇതിൽ ദരിദ്രരായ കുട്ടികൾ എളുപ്പത്തിൽ എല്ലാം മറക്കുന്നു, എന്നാൽ ഇത് തന്നെ സ്വർഗമെന്ന് കരുതിയിരിക്കുന്ന സമ്പന്നർക്ക് എല്ലാം മറക്കുവാൻ സാധിക്കുകയില്ല. इसलिए जिनको धन दौलत मित्र संबंधी याद रहते वो सच्चे योगी बन ही नहीं सकते. അതുകൊണ്ട് തന്നെ ആർക്കാണോ ധനസമ്പത്ത് മിത്ര സംബന്ധികളുടെ ഓർമ്മ വരുന്നത് അവരൊരിക്കലും സത്യമായി യോഗികളാകുവാനും സാധിക്കുകയില്ല. ഉനേ സ്വർഗമേ ഊഞ്ച പദ നഹി മിൽ സക്ത. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വർഗത്തിൽ ഉന്നത പദവി നേടാൻ സാധിക്കാതാകുന്നു. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ് 1: ബാപ്പ് കാ പൂരാ മദദ്ഗാർ ബൻനെ കെ ലിയെ സയാന സമജ്ദാർ ബന്ന ഹെ. ബാബയുടെ സമ്പൂർണ്ണ സഹയോഗികളാകുന്നതിനായി വളരെയധികം ബുദ്ധിവാന്മാരും അറിവ് സമ്പന്നരും ആയിരിക്കണം. അന്തർ കോയി കിറ്റ്പിറ്റ് നാ ഹോ. എന്നാൽ തൻ്റെ ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള കോലാഹലം ഉണ്ടാകരുത്. 2. स्थापना और विनाश के कर्तव्य को देखते हुए पूरा निश्चय बुद्धि बन बाप को फॉलो करना है. സ്ഥാപനയുടെയും വിനാശത്തിൻ്റെയും കർത്തവ്യത്തെ കണ്ടുകൊണ്ട് സമ്പൂർണ്ണ നിശ്ചയബുദ്ധി ഉള്ളവനായി ബാബയെ അനുകരിക്കണം. പുരാനി ദുനിയാ കെ പായി പൈസേ സെ ബുദ്ധി നിക്കാൽ പൂരാ ബെഗർ ബന്ന ഹെ. പഴയ ലോകത്തിൻ്റെ ഈ ചില്ലിക്കാശിൽ നിന്നും പൂർണ്ണമായി തൻ്റെ മനസ്സും ബുദ്ധിയെയും എടുത്തു മാറ്റി സമ്പൂർണ്ണ ബെഗറാകണം. മിത്രസംബന്ധി ധൻ ദൗലത്ത് ആദി സബ് കുച്ച് ഭൂൽ ജാന. അതായത് മിത്രസംബന്ധികളും ധനസമ്പത്തുകളെയും എല്ലാം തന്നെ മറക്കണം. വരദാൻ: बाप की आज्ञा समझ मोहब्बत से हर बात को सहन करने वाले सहनशील भव. ബാബയുടെ ആജ്ഞയാണെന്ന് മനസ്സിലാക്കി വളരെ സ്നേഹത്തോടെ എല്ലാം സഹിക്കുന്ന ക്ഷമാശീലനായി ഭവിക്കൂ. വിശദീകരണം: കൈ ബच्चे कहते कि हम राइट है फिर भी हमें ही सहन करना पड़ता मरना पड़ता है. ചില കുട്ടികൾ പറയാറുണ്ട്, ഞാൻ ചെയ്തത് ശരിയാണെങ്കിലും ഞാൻ തന്നെ സഹിക്കേണ്ടതായി മരിക്കേണ്ടതായി വരുന്നു. लेकिन ये सहन करना व मरना ही धारणा की सब्जेक्ट में नंबर लेना. എന്നാൽ ബാബ പറയുകയാണ്, ഈ സഹിക്കുന്നതും അഥവാ മരിക്കുന്നതും ഇത് തന്നെയാണ് ധാരണയുടെ സബ്ജക്റ്റിൽ മുന്നോട്ട് പോകുന്നത്. इसलिए सहन करने में घबरावो नहीं. അതുകൊണ്ട് തന്നെ സഹിക്കുന്നതിൽ ഒരിക്കലും ഭയപ്പെടരുത്. കൈ ബच्चे सहन करते लेकिन मजबूरी से सहन करते. ചില മക്കൾ സഹിക്കാറുണ്ട്, എന്നാൽ അതെല്ലാം തന്നെ വളരെ നിർബന്ധിതരായാണ്. മൊഹബത്ത് മേ സെഹൻ കർണ ഇസ്മേ അന്തർ ഹെ. എന്നാൽ വളരെ സ്നേഹത്തോടെ സഹിക്കുക എന്നതിൽ വളരെയധികം വ്യത്യാസമുണ്ട്.
बातों के कारण सहन नहीं करते हो. കാര്യങ്ങൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, ആ കാരണം കൊണ്ടല്ല നാം സഹിക്കേണ്ടത്. ലെക്കിൻ ബാപ് കി ആജ്ഞ ഹെ സഹൻശീൽ ബനോ. ബാബയുടെ ആജ്ഞയാണ് ക്ഷമാശീലരാകേണ്ടത്. तो ആജ്ഞാ സമജ് മൊഹബത്ത് മേ സഹൻ കർണ. അതുകൊണ്ട് ആജ്ഞയാണെന്ന് കരുതി വളരെ സ്നേഹത്തോടുകൂടി സഹിക്കണം. അർത്ഥാത് സ്വയം കോ പരിവർത്തൻ കർ ലേന ഇസി ഹി മാർഗ്സ് ഹെ, ഇസ്കി ഹി മാർഗ്സ് ഹെ. അർത്ഥമാണ് സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തേണ്ടത്, ഇതിൽ തന്നെയാണ് നിങ്ങൾ മാർക്സ് നേടുന്നതും. സ്ലോഗൻ जो सदा खुशी की खुराक खाते वो तंदुरुस्त रहते. ആരാണോ സദാ സന്തോഷത്തിൻ്റെ ടോണിക് കഴിക്കുന്നത് അവർ സദാ ആരോഗ്യവാനായിരിക്കും. अच्छा मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ओम शांति.